ഹബീബനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. ഇത്രയും വലിയ ഒരു കൂട്ടുകാരൻ നബി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സമർപ്പണ ബോധമുള്ള, എന്തും സമർപ്പിക്കാൻ തയ്യാറായ, ഈമാനിന്റെ വജ്രായുധമായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടോ? ജുമുഅക്ക് വരുന്ന ആളുകൾ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇന്നത്തെ ദിവസം കുളിച്ച് വൃത്തിയായി അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് പള്ളിയിൽ വന്ന കാരണവന്മാരെ, ഇരിക്കാൻ പ്രയാസപ്പെടുന്ന കാരണവന്മാരിതിലുണ്ട്. ആ പ്രയാസമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പടച്ചവന്റെ പള്ളിയിലാണ്, ജുമുഅക്കാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന നിലക്ക് നിങ്ങൾ കണ്ടില്ലയോ എത്ര കാരണവന്മാരാണ്. ഇത് നമ്മുടെ ചെറിയ ഒരു പ്രദേശത്തുള്ള സാഹചര്യമാണെങ്കിൽ ഇന്ന് കേരളത്തിൽ അല്ല, ഇന്ത്യ രാജ്യത്തെ അല്ല, ലോകത്ത് മുഴുവനും ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളല്ലയോ കുളിച്ച് വൃത്തിയായി പള്ളിയിൽ ചെന്നുകൊണ്ട് ജുമുഅ നിസ്കരിക്കുന്നതാ. ഇപ്പോൾ സമയം 12:45. സൗദി ടൈമോ? സൗദി ടൈം എത്രയാ? 10:15. ഈ 10:15, 10 മണിയും 15 മിനിറ്റേ ആയിട്ടുള്ളൂ സൗദിയിൽ. ഈ സമയത്ത് തന്നെ ഇനിയും 2-2.5 മണിക്കൂർ അവിടെ ജുമുഅ തുടങ്ങാനുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ 10 മണിയാകുമ്പോഴേക്ക് ഹറം ഷരീഫ് മസ്ജിദ് മുഴുവനും ആളുകളെ കൊണ്ട് ജനനിബിഡമാണ്. റോഡിൽ വരെ ആളുകളാണ്. മണി 10-10:30 റോഡിൽ വരെ ആളുകളുടെ നിറസാന്നിധ്യമാണ്. എന്തേ ഇങ്ങനെ ഒരു ആവേശം കാണിക്കാൻ കാരണം? ലോകമെമ്പാടും ജുമുഅക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടുന്ന് പഠിപ്പിച്ചു നബി തങ്ങൾ, എൻ്റെ കൂട്ടുകാരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് മുത്തനബി എന്നെ പഠിപ്പിച്ചത്? മനിഗ്തസല, ഒരാൾ കുളിച്ചു, പള്ളിയുമായി ബന്ധമുള്ള മനുഷ്യനാണ്, വെള്ളിയാഴ്ച വരുമ്പോ അവന് പ്രത്യേക ആവേശമാണ്, പ്രത്യേകമായ ഹൃദയത്തിന്റെ സൗന്ദര്യമാണ്, ഈമാനികമായ പ്രകാശം ഹൃദയത്തിലേക്ക് വരികയാണ്. ആ ഈമാനിന്റെ കാരണമായി ഒരാൾ വെള്ളിയാഴ്ച കുളിക്കുകയും എന്നിട്ടോ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ജുമുഅക്ക് വേണ്ടി കുളിച്ചു. കുളിക്കുമ്പോ നിയ്യത്ത് വെക്കണം. ചുമ്മാ വെള്ളെടുത്ത് തലയിൽ ഒഴിച്ചാൽ പോരാ, ഷവറിന്റെ താഴെ നിന്നാ പോരാ. പിന്നെയോ ജുമുഅക്ക് വേണ്ടിയുള്ള സുന്നത്ത് കുളിയെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടായിരിക്കണം കുളിക്കേണ്ടത്. അങ്ങനെ ഒരാൾ കുളിച്ചാൽ, വെള്ളിയാഴ്ച ദിവസം കുളിച്ചാൽ, ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സുന്നത്ത്, സ്ത്രീകൾക്കും സുന്നത്താണ്. പക്ഷെ കുളിച്ചിട്ട് വീട്ടിലിരുന്നാൽ മതി, പള്ളിയിൽ വരണ്ട. സ്ത്രീകളോട് പള്ളിയിൽ വരാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അവര് വീട്ടിൽ ഫബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം അവരുടെ വീടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ ഒരു ഉത്തമം പഠിപ്പിച്ച. നബിതങ്ങൾ പറയാ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഖൈറ് എവിടെയാണെന്ന് പറയാ? വീടാണെന്ന് പറയാ. അപ്പൊ നമ്മൾ പറയാ, നമ്മളങ്ങനെ പറയുന്നില്ല, ആ ഖൈറൊന്നും വേണ്ട, പോന്നോട്ടെ എന്ന് പറഞ്ഞാലോ ആ ഖൈറിനെതിരായില്ലേത്? റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉത്തമം അവരെ വീടാണ് എന്ന് പറഞ്ഞാൽ അത് ഹറമിലാണെങ്കിലും മദീനത്താണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും നിസ്കാരം എന്ന ഉദ്ദേശത്തോടെ പെണ്ണ് പുറത്തു പോകുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ മുസ്ലിയാരെ ഓരോ പള്ളിയുടെയും മുമ്പിൽ എഴുതി വെച്ചിട്ടില്ലേ നിസ്കരിക്കാൻ, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം നമ്മുടെ പള്ളിയിലും എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പുണ്ടാവും എന്ത്? അതിന് മുമ്പ് എന്നും കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ടാവും. ഏത് സ്ത്രീകൾക്കാ? യാത്രക്കാരായ സ്ത്രീകൾക്ക്. അവര് നിസ്കാരം എന്ന ഉദ്ദേശത്തോടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതല്ല, അവര് ബന്ധുവിന്റെ വീട്ടിൽ പോയതാണ്, അല്ലെങ്കിൽ മറ്റേതോ ഹലാലായ യാത്ര നടത്തിയപ്പോൾ നിസ്കാരം ഖളാ ആകുന്ന സാഹചര്യം വരുമ്പോ അവർക്ക് കയറി നിസ്കരിക്കുന്നതിന് വിരോധമില്ല. അവരുടെ ഉദ്ദേശം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ നിസ്കാരമല്ല. നിസ്കാരാണോ? എന്താ നിങ്ങൾ മിണ്ടാത്ത? നിസ്കാരാണോ? അല്ല, യാത്ര എന്ന ഉദ്ദേശത്തോടെ പുറപ്പെടുകയാണ്. പിന്നെ നിസ്കാരം ഖളാവുമ്പോ കയറി നിസ്കരിക്കണ്ടേ? അങ്ങനെയുള്ള സ്ത്രീകൾക്കാണ്. അല്ലാതെ നിസ്കാരം എന്ന ഉദ്ദേശത്തോടെ
വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സാഹചര്യം സ്ത്രീകളെ സംബന്ധിച്ച് ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഖൈറുണ്ടെങ്കിൽ അതിനാര് പുറപ്പെടുമായിരുന്നു? റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ. ആയിഷ ബീവിയുടെ വീട് എവിടെയാ? ആയിഷ ബീവിയുടെ വീട് എവിടെയാ? മദീന പള്ളിയുടെ ഇത് മദീന പള്ളിയാണെങ്കിൽ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഈ റൂം ആയിഷ ബീവിയുടെ വീടാണെങ്കിൽ ഇത് മദീന പള്ളിയാണ്. ഇത്രയും അടുത്തുണ്ടായിട്ട് പോലും ആയിഷ ബീവി ഒരൊറ്റ വഖ്തിനും ഒരൊറ്റ ജുമുഅക്കും പള്ളിയിൽ വന്നതായി ഒരൊറ്റ ഹദീസിലും ഇല്ല. എന്ന് മാത്രമല്ല, ഇഖ്തിലാഫുൽ അഹാദീസ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ മക്കളെ, ഞാൻ എല്ലാ ഹദീസുകളും 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ലോക പ്രശസ്തരായ പണ്ഡിതനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫിഈ ഇമാം പറയാണ്, ഈ ഹദീസുകളൊക്കെ പരിശോധിച്ചിട്ടും ഞാൻ കണ്ടില്ല റസൂലുള്ളാഹി തങ്ങളുടെ പെൺകുട്ടികളെയോ ഭാര്യമാരെയോ ഒരു ജുമുഅക്കോ ജമാഅത്തിനോ അത് ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോയതായി, പള്ളിയിലേക്ക് പോയതായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു. ആ ഷാഫി ഇമാമിനേക്കാൾ വലിയ പാണ്ഡിത്യമൊന്നും നമുക്കില്ല. മനസ്സിലായോ? ആയിഷ ബീവിയുടെ വീട്, ഈ റൂം, മദീന പള്ളി, ഈ പള്ളി ഒരു ചുമരിന്റെ വ്യത്യാസത്തിൽ ഉണ്ടായിട്ട് പോലും ആയിഷ ബീവി പള്ളിയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഖൈറുണ്ടെങ്കിൽ ആയിഷ ബീവി പള്ളിയിലേക്ക് വരുമായിരുന്നു. അങ്ങനെ ആരും പോകുന്നില്ല. പോയിട്ടല്ല ഞാൻ പറയുന്നത്, അതിന്റെ ഒരു വശം പറഞ്ഞതാണ്. അപ്പൊ സ്ത്രീകൾക്കും കുളിക്കൽ സുന്നത്താണ്. മനിഗ്തസല, ഒരാൾ കുളിച്ചു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം കുളിച്ചു, പള്ളിയുമായി ബന്ധപ്പെട്ട മനുഷ്യനാണ്, അവൻ കുളിച്ചു അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, കുളിച്ചാൽ തന്നെ ജുമുഅക്ക് വരുമ്പോ വേറെ പ്രതിഫലമുണ്ട്. വെള്ളിയാഴ്ച ദിവസം ആ ജുമുഅയുടെ മഹത്വം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കുളിച്ചാൽ, അത് ആണാവട്ടെ പെണ്ണാകട്ടെ, പെണ്ണിനും കുളിക്കൽ സുന്നത്താണ്, ആണിനും കുളിക്കൽ സുന്നത്താണ്. വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണ്. ആണ് കുളിച്ച് പള്ളിയിൽ വരണം, പെണ്ണ് കുളിച്ചിട്ട് വീട്ടിലിരുന്ന് അൽ കഹ്ഫ് ഓതി ളുഹർ നിസ്കരിക്കണം. അങ്ങനെ കുളിച്ചാൽ തന്നെ കിട്ടുന്ന പ്രതിഫലം എന്താണ്? കുഫിറത് അൻഹു ദുനൂബുഹു, അവന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്ന് ആദരവായ റസൂലുള്ളാഹ്. വെള്ളിയാഴ്ചത്തെ കുളിയുടെ പ്രത്യേകതയാണ്, കുളിച്ചാൽ തന്നെ ആ കുളി അങ്ങ് കുളിക്കുന്നതിനോടുകൂടെ ശരീരത്തിൽ നിന്ന് വെള്ളം വീഴുന്ന ആ വെള്ളത്തിനോടുകൂടെ അവന്റെ ദോഷങ്ങളും വീണു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചത്തെ കുളിയുടെ പ്രത്യേകതയാണ്. പള്ളിയുമായി ബന്ധമുള്ള ഹൃദയമുള്ള മനുഷ്യൻ അവൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടവനാണ്. എന്നിട്ട് പറയുന്നു, വഇദാ മശാ ഇലൽ ജുമുഅ, കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് പള്ളിയിലേക്കാണ്. ഇങ്ങനെ ഒരു കുളിപ്പിക്കലും പള്ളിയിലേക്ക് കൊണ്ടുവരലും നമുക്കുണ്ട്. അത് നമ്മൾ സ്വന്തമായിട്ടല്ല വരിക, അത് ചില ആളുകൾ നമ്മളെ കൊണ്ടുവരും. മരണസമയത്ത് മരിച്ചിട്ടുള്ള ഒരു കുളിപ്പിക്കല് പള്ളിയിലേക്ക് കൊണ്ടുവരൽ, പടച്ചവനെ, ആ കൊണ്ടുവരലും ആ കുളിപ്പിക്കലും മയ്യത്ത് നിസ്കാരവും ഞങ്ങൾക്ക് ഖൈറാക്കണേ അല്ലാ. കുളിച്ചിട്ട് വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വഇദാ മശാ ഇലൽ ജുമുഅ, അങ്ങനെ അവൻ ജുമുഅയിലേക്ക് നടന്നു വന്നാൽ, ഹദീസിന്റെ പ്രയോഗമാണ് വഇദാ മശാ. അപ്പൊ ജുമുഅക്ക് നടന്നു വരലാണ് ഏറ്റവും ശ്രേഷ്ഠത. ഇനി കാലിന് ബുദ്ധിമുട്ടുള്ളവർ, നടക്കാൻ കഴിയാത്തവർ നടക്കണം എന്നല്ല, നടക്കാൻ കഴിയുന്നവർ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച പ്രത്യേകിച്ചും നടന്നു വന്നാൽ നടന്നു വരിക എന്നാണ് ഹദീസിന്റെ പ്രയോഗം. എന്നാലോ കതബല്ലാഹു തആല ലഹു ബികുല്ലി ഖുത്വ, ഓരോ ചവിട്ടടിക്കും അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കണ്ടോ, ഇബാദത 20 സന, ഓരോ ചവിട്ടടിക്കും 20 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലമാണ്. ഓരോ ചവിട്ടടിക്കും 20 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം. അങ്ങോട്ട് പോകുമ്പോ വാഹനത്തിൽ, ഇങ്ങോട്ട് നടക്കുക, മനസ്സിലായോ? ഒരു ചവിട്ടടിക്ക് എത്രയാ? 20 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം. അപ്പൊ ഒന്ന് അളന്നു നോക്കുക നമ്മൾ, അല്ലേ? ഓരോ ചവിട്ടടി വെക്കും 1, 2, 3. വീട്ടിൽ നിന്ന് എത്ര ചവിട്ടടി ഉണ്ടാവും? അത്ര. ഒരു 100 ചവിട്ടടി ഉണ്ടെങ്കിൽ 100 × 20,000. എത്ര പ്രതിഫല! ഇത് ചുമ്മാ പറഞ്ഞതല്ല, ഹദീസിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസാണ്.
20,000 വർഷത്തെ 20 വർഷത്തെ 20 സന 20 വർഷത്തെ പ്രതിഫലം. മനസ്സിലായോ? 20 വർഷത്തെ 100 × 20. സുബ്ഹാനല്ലാഹ്, ഒരു ചവിട്ടടിക്കാണ് 20 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം. 20 വർഷം എന്ന് പറഞ്ഞാല് ഒരു വർഷം മുഴുവനും ഒരു സെക്കൻഡ് പോലും ഒഴിവാകാതെ ഇബാദത്ത് എടുക്കുക. അങ്ങനെ ഒരു വർഷം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വർഷം ജീവിച്ചാൽ ഒരു വർഷം മുഴുവൻ ഇബാദത്ത് എടുത്തോളുന്നില്ല. അങ്ങനെയുള്ള ഒരു വർഷമല്ല. ഒറ്റ സെക്കൻഡ് പോലും ഒഴിവാകാതെ മുഴുവൻ ഇബാദത്തിലായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ എത്ര ഇബാദത്തുണ്ടാകും. അങ്ങനെ 20 വർഷത്തെ 20 സന 20 വർഷത്തെ പ്രതിഫലം ഒരു ചവിട്ടടിക്ക് അള്ളാഹു നൽകും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയോ പള്ളിയിലേക്ക് വന്ന് ഫൈദാ സ്വല്ലൽ ജുമുഅത, അവൻ ജുമുഅ നിസ്കരിച്ചാലോ. നമ്മളിങ്ങനെ വരുമ്പോ ആ പള്ളിയുടെ ഗേറ്റിൽ, ഈ പള്ളിയുടെ ഈ ഭാഗത്ത് ആ ഭാഗത്ത് ഓരോ ഗേറ്റിലും മലക്കുകൾ ഉണ്ടാവും. മലക്കുകൾ ഇങ്ങനെ രേഖപ്പെടുത്തും. അങ്ങനെ ഖതീബ്, അത് ഏത് പള്ളിയാണെങ്കിലും അപ്പൊ എത്ര മലക്കുകൾ ഉണ്ടാവും? എത്രയോ മലക്കുകളില്ലേ അല്ലേ? ഇവിടെ 2 ആണെങ്കിൽ മറ്റേ അപ്പുറത്തെ പള്ളിയിൽ 2 മലക്കുകൾ കോടിക്കണക്കിനില്ലേ? അപ്പൊ ആ മലക്കുകളൊക്കെ ഇങ്ങനെ ഗേറ്റിന്റെ സമീപത്ത് നിന്ന് രേഖപ്പെടുത്താൻ. അങ്ങനെ ഖതീബ് മിമ്പറിൽ അങ്ങ് കയറിയാലോ തവൗ സുഹ്ഫഹു, അവരുടെ പേജ് അവർ റെക്കോർഡാക്കി വെക്കുന്നത് ക്ലോസ് ചെയ്യും. ഇനി വരുന്നവരിതിൽ റെക്കോർഡാക്കൂല. മനസ്സിലായി? അപ്പൊ നേരത്തെ വരുന്നവർക്ക് അത്രയും പ്രതിഫലമാണ്. അങ്ങനെ ജുമുഅ നിസ്കരിച്ചാൽ ഉജിറ ബിഅമലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 100 സന, അവന് 200 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം. ഒറ്റ ജുമുഅ നിസ്കാരം കൊണ്ട് 200 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അവന് അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളിയുമായി ബന്ധമുള്ള ഹൃദയമുള്ള മനുഷ്യൻ അവൻ അർശിന്റെ തണൽ നൽകും. പള്ളിയിലേക്ക് സഹായിക്കുന്നവൻ, പള്ളിയിൽ വരുന്നവൻ, അവന് അർശിന്റെ തണലുണ്ടെന്ന് മാത്രമല്ല. വഅൻ സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുകയാണ്, ലഅൻ ഉസല്ലിയ സ്വലാത്തൽ ജുമുഅ, ഒരു ജുമുഅ നിസ്കാരം നിർവഹിക്കൽ, ഞാനൊരു ജുമുഅ നിസ്കരിക്കുക എന്നത് അഹബ്ബു ഇലയ്യ മിൻ ഹജ്ജത്തിൻ തതവ്വുആ, സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ്, അത്രയും പ്രാധാന്യം ഞാൻ കൊടുക്കുന്നു. സുന്നത്തായ ഹജ്ജിനേക്കാൾ ജുമുഅ നിസ്കാരത്തിന് പ്രാധാന്യം കൊടുത്ത മഹാനാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളിയുമായി ബന്ധമുള്ള ഹൃദയം, ആ ഹൃദയത്തിന്റെ ഉടമക്ക് അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പടച്ചോനെ ആ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ജുമുഅക്ക് നമ്മൾ ഇങ്ങ് ഗേറ്റ് കടന്നിങ്ങ് വരുമ്പോ ഖബറാളികൾ പറയുന്ന ചില സംസാരങ്ങളുണ്ട്. മനസ്സിലായോ? ഖബറാളികൾ പറയുന്ന ചില സംസാരം വല്ലാത്തൊരു അർത്ഥവത്തായ സംസാരമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ അടുത്ത ആഴ്ച കടന്നു വരാം. അപ്പൊ പള്ളിയുമായി എപ്പോഴും ബന്ധം വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അത് കാരണമായി അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂടാൻ പടച്ചവനെ, ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ യാ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.